അതെ, ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് അല്ലേ. നമുക്ക് ഇപ്പം സ്കൂളൊക്കെ തുറന്നത് കൊണ്ടും അതുപോലെ സാറ്റർഡേ ക്ലാസ് ആയതുകൊണ്ടും പോകാൻ പറ്റില്ല. അപ്പോൾ സൺഡേസിൽ മാത്രമാണ് നമ്മൾ പോകുന്നത്. അതാ ഡാഡി ഉണ്ട്. ഡാഡി ഏകദേശം പഠിച്ചു വരുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് നമുക്ക് സ്കൂൾ തുറന്നത്. അത് അങ്ങനെയാണല്ലോ അല്ലേ ടിയ? ആ എൻഡിലെത്തുമ്പോഴാണ് നമുക്ക് ടീക്കുട്ടി പഠിച്ചു കഴിഞ്ഞു. അദ്വിക് നമ്മുടെ ലീഡർ. അദ്വിക്ക് ജയ് പറയടാ. അപ്പൊ ഇന്ന് നമ്മൾ കുറെ സംഭവങ്ങൾ കൊണ്ടാണ് പോകുന്നത്. ഒരു സ്നോർക്ലിംഗ് കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഡാഡി? അതെങ്ങനെ യൂസ് ചെയ്യുന്നൊന്നും അറിയില്ലല്ലോ ടിയ. അപ്പൊ സ്നോർക്ലിംഗ് കിറ്റ് ഒക്കെ കൊണ്ടുപോണ്ട്. ഇപ്പം മഴ പെയ്യുമെന്ന് അറിയില്ല. മഴ പെയ്ത എന്തായിരിക്കും വൈബ്? എന്തോ എങ്ങനെ അതെങ്ങനെ എന്നിട്ട് വേണം. അല്ലെങ്കിൽ നീ കളക്ടറിന്റെ റിക്വസ്റ്റ് കേൾക്കാൻ നിൽക്കല്ലേ സ്കൂൾ ഉണ്ടാവാതിരിക്കാൻ. അത് പ്രതീക്ഷ വേണ്ട കേട്ടോ. നമ്മളുടെ ക്യാമ്പ് എത്തി. ഇത് പോലീസ് ക്യാമ്പാട്ടോ. കുറെ പേര് ലൊക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പാണിത്. അങ്ങനെ നമ്മൾ ക്യാമ്പിലോട്ട് എത്തി കേട്ടോ. വേഗം ഇട്ടേ ഗൈസ്. നമ്മൾ സംസാരിച്ചിട്ട് സാധനങ്ങളൊക്കെ ഇടാൻ മറന്നു. ചിക്കു എവിടെ? ചിക്കുവിന്റെ സാധനം എവിടെ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആരില്ല കേട്ടോ. ചിക്കുവിന്റെ സാധനങ്ങൾ ഇട്ടേ. ഓ ടീക്കുട്ടി ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് ഇടാൻ തുടങ്ങിട്ടോ. അദ്ദിക്കുട്ടൻ നോക്കട്ടെ. അദ്ദിക്കുട്ടൻ ഇപ്പോഴും വലിച്ചു കീറി ഇടലാണ്. അത് ശരിയായിട്ടുള്ള വിധമല്ല. ടീ എപ്പിട്ടില്ലേ, അതാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളത്. ഓ അങ്ങനെയല്ല ഡാഡി ഞാൻ ഉദ്ദേശിച്ചത്. ഓ മൈ ഗോഡ് ഡാഡി പുതിയതാണ്? പഴയ തന്നെയാണോ സാധനം? ഓക്കെ, ടീക്കുട്ടി അദ്ദിക്കുട്ടൻ രണ്ടുപേരും സെറ്റായി. ഇനി അങ്ങോട്ട് ചാട്ടാണ് ഗൈസ്. അപ്പൊ ഡാഡിയും എല്ലാം ഇട്ടിട്ട്. ഡാഡി ടീ ഇട്ട പോലെ ഇടണേ. ഒറ്റ സ്ട്രെച്ചിൽ ഇടണം കേട്ടോ ഡാഡി. ഡാഡി നോക്കൂ, അദ്ദിക്കുട്ടൻ ഇടണ പോലെ ഇടും ഡാഡി. ഒറ്റ സ്ട്രെച്ച് പോയി ഡാഡി പോയി. അങ്ങനെയല്ല ഡാഡി ടിയ ചെയ്തതൊന്ന് കാണട്ടോ. ഉള്ളിലൂടെ ഇട്ടിട്ട് സ്ട്രെച്ച് ചെയ്തതാണ് കേട്ടാ. അതാണ് അങ്ങനെയാണ് കേട്ടോ. രണ്ട് കൈയും ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് സ്ട്രെച്ച് ചെയ്തിട്ട് അങ്ങോട്ട് താഴ്ത്താം. ഗായ്സ് അങ്ങനെ നമ്മൾ പൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം ആരുമില്ല. പൂളൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കിടക്കണേ. നോക്കിയേ. റെഡി അല്ലേ? ആരും ഇല്ലാത്തൊരു സങ്കടം കേട്ടോ. ടീയുടെ ഫ്രണ്ട് ഒന്നുമില്ല ഗൈസ്. ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. കാരണം അധികം വേവ്സ് ഒന്നുമില്ല. അപ്പോൾ അദ്ദിക്കുട്ടനൊന്ന് ട്രൈ ചെയ്യണം. പഴയതെല്ലാം മറന്നോ അതോ കുഞ്ഞേ? ജമ്പാക്കരുത് കേട്ടോ. വെള്ളം വേവ്സ് ആക്കരുത്. എന്നാലും അവൻ സ്വിം ചെയ്ത് കാണാൻ പറ്റൂ. ഓക്കെ. നല്ല ചൂടാടാ. മെല്ലെ ട്ടാ. ഓക്കെ മെല്ലെ ട്ടാ. ഓക്കെ സൗണ്ട് ഇടാതെ ചെയ്യണം. ഓക്കെ സൗണ്ട് ഇടാതെ. എത്രത്തോളം സ്വിമ്മിങ് മറന്നോ നിനക്ക്? ഒന്ന് ഇല്ലടാ നല്ല ചൂടാ. അങ്ങോട്ടും ഇങ്ങോട്ട് ചാടല്ലേ ടിയ? ഇനി ഇതാക്കരുത് കേട്ടോ. ഇതിലാ ഒരുപാട് വേവ്സ് ആക്കരുതേ. അദ്ദിക്കുട്ടൻ മെല്ലെ. അദ്ദിക്കുട്ടൻ്റെ സൈഡിൽ പോവൂ. അല്ല ആ സൈഡില്. അദ്ദിക്കുട്ടൻ അടിപൊളിയായിട്ട് അവിടെ എത്തുന്നുണ്ട്. ടീക്കുട്ടി ഇവിടെ നിന്ന് ചെയ്യട്ടടാ. ടീക്കുട്ടിയുടെ ഫസ്റ്റിൽ തന്നെ മറ്റേ സംഭവങ്ങളെല്ലാം ചെയ്യാട്ടോ. മാം പറഞ്ഞു തന്ന പോലെ എല്ലാം എന്ത് രസമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അദ്ദിക്കുട്ടൻ ഇപ്പം എല്ലാം കറക്റ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഇതുപോലെ ചെയ്യൂ. മിനിറ്റ്. അപ്പൊ എത്ര നേരം നിൽക്കും നോക്കാം. ഓക്കെ 1 2 3. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 62.
ഗുഡ് ജോബ്. ടീക്കുട്ടി 5 സെക്കൻഡിൽ എണിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരാഴ്ച കേട്ടോ സ്കൂളായിട്ട്. വെൽഡൺ കേട്ടോ. അദ്ദിക്കുട്ടിന് മോശമല്ല, പക്ഷെ അദ്ദിക്കുട്ടിനെ നിൽക്കാൻ പറ്റുന്നില്ല. അതെന്തെങ്കിലും നിൽക്കാൻ പറ്റാത്ത? കൈ അവിടെ പിടിക്കും മുത്തേ, കൈ പിടിച്ചേ. കണ്ടോ, ഇനി ടീയെ ഫ്ലോട്ട് ചെയ്യാൻ കേട്ടോ. ഓരോരോ സ്റ്റേജിലേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി ടീക്കുട്ടി അങ്ങോട്ട് ഉണ്ടോ. ഇവിടെ അദ്ദിക്കുട്ടൻ കാണിക്കുന്നുണ്ടോ, പൊട്ടത്തരം കാണിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഒരു അദ്ദിക്കുട്ടൻ 1 മിനിറ്റ് കേട്ടോ. അതാണ്ടോ അദ്ദിക്കുട്ടൻ അത്യാവശ്യം സ്വിം ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ടീക്കുട്ടി ഇതുപോലെ സ്വിം ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അല്ല, 2 പേർക്കും അത്യാവശ്യം വലിയ ഇതൊന്നുമില്ല. അദ്ദിക്കുട്ടൻ ആ ലെവലിലെത്തി. ടീക്കുട്ടി നമ്മുടെ പഴയ ക്രോസ് ചെയ്ത ആ ലെവലിലാണ് കേട്ടോ. ഡാഡി സ്വിം ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അദ്ദിക്കുട്ടൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അത് റെഡിയായി. ടീക്കുട്ടി വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കിട്ടും, എന്തായാലും കിട്ടും. ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാ മക്കളും കേട്ടോ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് സ്വിമ്മിങ്. ഇനിയിപ്പോൾ ഓണം വെക്കേഷന് വരുമ്പോൾ അത് പഠിക്കാതെ. ടീക്കുട്ടി ഏതുവരെ ചെയ്തു നോക്കിയേ. ബ്രീത്ത് എടുക്കാൻ പഠിച്ചിട്ടുണ്ട് ആള്. ടീയ എന്തായി? ഇപ്പൊ ക്ലിയർ ആണ്. ടീക്കുട്ടിയുടെ ഇത് അവിടെ എത്താന്നുള്ളതാണ് കേട്ടോ. അതായത് ആ ഭാഗത്തുനിന്ന് അതിലോട്ട് പറ്റും. ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടും. ഓക്കെ, റെഡി? ഇനിയിപ്പോൾ ബാക്ക് ഫ്ലോട്ട് ചെയ്തിട്ട് പോവാണ്. അതും ഏകദേശം ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇന്നിപ്പം കുഞ്ഞുമക്കൾ ആരും ഇല്ല കേട്ടോ. അത് നോക്കിയേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾ ബാക്ക് ഫ്ലോട്ട് ചെയ്യുമ്പോൾ വേറെ വെള്ളം ഫേസിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പ്രശ്നം. അത് സാരില്ലടാ. ആരാണ് വിന്നർ നമുക്ക് നോക്കാൻ പോവാണ്. അദ്ദിക്കുട്ടൻ നിൽക്കൂ. ഡാഡി, അദ്ദിക്കുട്ടൻ, ടിയ. നന്നായി ബ്രീത്ത് എടുത്തോ ഞാൻ പറയുമ്പോൾ. ശരി. അപ്പോൾ ബ്രീത്ത് എടുക്കൂ. നന്നായി ബ്രീത്ത് വേണമെന്നാണ് പറയണത്. റെഡി ആയിട്ട് പറഞ്ഞാൽ മതിയേ. ചിക്കു ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ ഇപ്പം ചാടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. റെഡി ആയോ? ഇല്ല, ഡാഡി റെഡി ആവട്ടെ കേട്ടോ. 3, 2, 1 ഗോ. ആരായിരിക്കും ഗൈസ്? ടീയക്കുട്ടി, ഡാഡി, അദ്ദിക്കുട്ടൻ. അപ്പോൾ അദ്ദിക്കുട്ടൻ ബാക്കിലോട്ടായിട്ടുണ്ട്. പക്ഷെ അത് കാര്യമാക്കണ്ട, ഡാഡി തന്നെയാണ് ഫസ്റ്റ് പോകുന്നത്. ദെൻ ഡാഡി പകുതി വെച്ച് നിർത്തി. അപ്പോൾ ഡാഡി ഔട്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ വരുന്നത് ടീയക്കുട്ടിയാണ്. ടീയക്കുട്ടിയുടെ ബാക്കിൽ അദ്ദിക്കുട്ടനുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വിന്നർ എന്ന് പറയുന്നത് ടിയ. യെസ് ചിപ്പി, യു ഡിഡ് ഇറ്റ്. ഇനി ഇത്രയും ദൂരം കൂടിയിട്ടേ ഉള്ളൂ ആ ഒരു എൻഡ് പോയിന്റിലെത്താൻ. അദ്ദിക്കുട്ടൻ ഓൾസോ ഗുഡ് ട്ടാ. സൂപ്പർ അദ്വിക്കിന്റെ ഒരു പോയിന്റ് ഇങ്ങോട്ട് വരൂ. എന്താ പോയിന്റ് പറയൂ. എന്തായിരുന്നു? യെസ്, ആ പോയിന്റ് എല്ലാവരും നോട്ട് ചെയ്തോ. അദ്ദിക്കുട്ടൻ സ്വിം. കളി നമ്മൾ കളിക്കാനാണോ വന്നേ? ചിച്ചു ടീക്കുട്ടി ഇതുണ്ടോ ഒരു സൈഡ് വെച്ചിട്ട് അങ്ങനെ സ്വിം ചെയ്ത് നോക്കുക കേട്ടോ. സൈഡ് വെച്ചിട്ട് പുതിയ നോക്കട്ടോ. ഒരു കൈയും ആ 2 കാലും വെച്ചിട്ട് ഇതുണ്ടോ. കാല് നോക്കിയേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരി, ഉണ്ടാക്കിയതൊന്ന് ഒന്ന് കാണിച്ചു തരാം. ഒരു സൈഡിന് ആ കാല് കണ്ടോ, ആ ഒരു കാല് അങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് ഒരു സൈഡ് മാത്രം കേട്ടോ, ഡോൾഫിൻ ചെയ്യുന്ന പോലെ. ഇനി അദ്ദിക്കുട്ടൻ്റെ പ്രകടനമാണ് ഗൈസ് കാണാൻ പോകുന്നത്. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. ഇത് ഫസ്റ്റ് എത്തുന്നവർക്ക് 100 റുപ്പീസ് ആണോ? ഓക്കെ, ഡാഡി ഉണ്ടോ കോമ്പറ്റീഷന്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജയിച്ച കയ്യിലുണ്ടോ 100 റുപ്പീസ് തിരിച്ചു കൊടുക്കാൻ? അപ്പോൾ ഡാഡിയുടെ നിന്ന് വാങ്ങിച്ച് ഡാഡിയുടെ നിന്ന് തന്നെ കൊടുത്തോ. ഓക്കെ, റെഡി അല്ലേ? ഞാൻ പറയാം, എല്ലാവരും ഓക്കെ ആയിട്ട് മതി. നമുക്ക് കോമ്പറ്റീഷൻ അല്ല കേട്ടോ മെയിൻ, നിങ്ങളുടെ ബ്രീത്ത് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, റെഡി 1. ശരി, ആ ബാക്കിൽ നിന്ന് ചവിട്ടി എടുക്കുക. ഡാഡിയൊക്കെ അങ്ങനെ ചവിട്ടി നിൽക്കല്ലേ? ഓക്കെ. ഡാഡി ബ്രീത്ത് എടുക്കട്ടെ. 1, 2, 3. ഇന്നിപ്പോൾ എന്താവും അറിയില്ല കേട്ടോ. ഇപ്പം ലീഡിങ് ഡാഡി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ലീഡിങ് പോയി കഴിഞ്ഞാൽ ക്ഷീണിക്കും. ഇപ്പം നമ്മൾ ഡാഡി തന്നെയാണ് കേട്ടോ ലീഡിങ്. പക്ഷെ ഡാഡി അവിടെ നിന്നു. പക്ഷെ ഇത് ശരിയായില്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് 100 റുപ്പീസ് ഡാഡിക്ക് ഇട്ടിട്ടുണ്ട്.
ശരി, ഒരു കാര്യം ചെയ്യാം, ടീ ഒറ്റയ്ക്ക് അത് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എനിക്കിന്ന് ഒരു മിനിറ്റ്, അദ്ദിക്കുട്ടൻ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ബൈ ബൈ. ഓക്കെ, ഇനി ടീയുടെ വേറെന്തോ ഒരു സംഭവമാണ്. എന്താ ബാക്ക്? ഓക്കെ ഓക്കെ, എത്ര ദൂരം പോകും നോക്കാട്ടോ. അയ്യോ ഗൈസ്, ഫ്ലോപ്പായി പോയി. ഇപ്പം എത്ര നേരമായിന്നറിയോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര നേരമായിന്നറിയോ ചിക്കു? ആ ചെയ്തു, എത്താനായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ റെഡിയാവും. അദ്ദിക്കുട്ടൻ ദേ അവിടെ നിന്ന് വന്നതാട്ടോ. ടീയ വരൂ. ആ ഇങ്ങനെ തന്നെ, എത്ര വേണമെങ്കിലും ബ്രീത്ത് എടുക്കാം ടീ. അതില് ബോഡി ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അദ്ദിക്കുട്ടൻ അവിടെ എത്തിട്ടോ. ടീക്കുട്ടി ഇവിടെ തന്നെ സ്ട്രക്കാ. ഓക്കെ, ഇതേ ടീക്കുട്ടി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് അങ്ങനെ അവൾക്ക് സക്സസ് ആവുന്നില്ല. കണ്ടോ, അങ്ങനെ മുങ്ങിപ്പോയി. ഇറ്റ്സ് ഓക്കെ. ഡൈവിങ് ആണ് ഗൈസ്. എത്ര പേടി ഉണ്ടായിരുന്ന ആളാട്ടോ, ഇപ്പം അധികം വലിയ പേടിയൊന്നുമില്ല. ഇവിടെ 2, 3 സ്റ്റാർട്ട്. ആദ്യമൊക്കെ എന്തോരം പേടി ഉണ്ടായിരുന്നാണ്, ഇപ്പം അതെല്ലാം മാറിയിട്ടോ.